18 വർഷങ്ങൾക്ക് മുമ്പ് വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള തങ്ങളുടെ മകളെ വീട്ടുജോലിക്കായി ഗോവയിലേക്ക് അയക്കുന്ന രക്ഷിതാക്കള്. പിന്നീട് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല. പലതരത്തിലുള്ള അന്വേഷണങ്ങളായി യാതൊരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. പോലീസ് അന്വേഷണങ്ങളായി ക്രൈംബ്രാഞ്ചിൽ വരെ എത്തുന്നു. അവസാനം ഒരു തെളിവുമില്ലാതെ ഒന്നും അറിയപ്പെടാതെ ആ കേസ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നു. അതായത് വീട്ടുജോലിക്കായി നിർത്തിയത് അവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ കരാർ തൊഴിലാളിയായിട്ടുള്ള ഹംസ എന്നുള്ള വ്യക്തിയുടെ വീട്ടിലായിരുന്നു. അവിടെ പണി ചെയ്യുന്നതിനിടയ്ക്ക് കുട്ടിയുടെ മേൽ വെള്ളം വീണിട്ട് പൊള്ളലേൽക്കുകയുണ്ടായി. പിന്നീട് ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകാനോ ശ്രമിക്കാതെ ആ കുഞ്ഞിനോട് ചെയ്ത ക്രൂരകൃത്യം, വെറും ക്രൂരകൃത്യമല്ല, അതിക്രൂരകൃത്യം അല്ലെങ്കിൽ നിഷ്ക്രൂരമായിട്ടുള്ള പ്രവൃത്തി എന്നൊക്കെ പറയണം, ആ കുഞ്ഞിൻ്റെ തല അറുത്ത് മാറ്റുകയാണ് ചെയ്തത്. ആ ജീവനോടെ തന്നെ അത്തരത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ആ കുഞ്ഞെന്നല്ല, ഏതൊരു മനുഷ്യജീവിയാണെങ്കിലും ഏതൊരു പ്രാണിയാണെങ്കിലും അനുഭവിക്കുന്ന ആ പ്രാണവേദനയുടെ അളവെന്ന് പറയുന്നത് അതിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം ആ കുഞ്ഞു ശരീരത്തെ പല കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി അവിടെ അടുത്തുണ്ടായിരുന്ന അണക്കെട്ട്, നിർമ്മാണത്തിലിരുന്ന അണക്കെട്ടിൻ്റെ ഭാഗത്തായിട്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവർ ഒന്നും അറിയാത്ത രീതിയിൽ നാട്ടിലും മറ്റും വിലസി നടക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് പിന്നീട് തെളിയിക്കപ്പെടുന്നു. കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം തെളിയിക്കപ്പെടുന്നു. കുഞ്ഞിൻ്റെ തലയോട്ടിയും ബാക്കി കുറച്ച് കഷ്ണങ്ങളും കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്, ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നീട് കേസുമായി മുന്നോട്ട് പോകുന്നു. ആ കേസിൻ്റെ ഫലമായിട്ട് അയാൾക്ക്, അതായത് ഹംസ എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരെയായിട്ട് വധശിക്ഷ നടപ്പിലാക്കുക അല്ലെങ്കിൽ വിധി വരികയാണ് ചെയ്യുന്നത്. നടപ്പിലാക്കില്ല, വിധി വരുന്നു. അവർ പിന്നീട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട്, ബാക്കി ഇതിലെന്തെങ്കിലുമൊക്കെ കുറവ് വരുത്താൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. മേൽക്കോടതികളെ ആശ്രയിക്കുന്നു കേസുമായി ബന്ധപ്പെട്ടു. ഇതിൻ്റെ ഫലമായിട്ട് ഹൈക്കോടതി ആ കേസ് വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമായി കുറച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്നത്, ആ കുഞ്ഞിൻ്റെ ഉമ്മയും ബാപ്പയും വന്നിട്ട് തലയോട്ടി ഭാഗം, അതാണ് അവശിഷ്ടം, അവരുടെ മതാചാര പ്രകാരം ആ കുട്ടിയെ ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അത് വിട്ടു നൽകുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അതും കുറേയധികം, ഇത്രയും കാലം 18 വർഷം കാത്തിരുന്നതിന് ശേഷമാണ്. അപ്പോൾ പൊട്ടിക്കരയുന്ന ഉമ്മയുടെ ഭാഗം അല്ലെങ്കിൽ ആ രംഗങ്ങൾ കാണുകയുണ്ടായി. ആ ബാപ്പയുടെ നെഞ്ചു പൊട്ടിയുള്ള കുറച്ച് കാര്യങ്ങളും കേൾക്കുകയുണ്ടായി. ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേരുടെ കമൻറ്റ് ഞാൻ വായിക്കുകയുണ്ടായി. ആ കമൻറ്റ് വായിച്ച സമയത്ത് ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഒരു തരത്തിലും ആരോട് യോജിക്കാൻ കഴിഞ്ഞില്ല, ഒരു തരത്തിലും സാധൂകരിക്കാൻ കഴിയാത്തതാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം ആ കുഞ്ഞു മകൾ, ഏതൊരു കുഞ്ഞു കുട്ടിയാകട്ടെ, ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്നത് അവർക്ക് രണ്ടുപേരെയാണ് ഈ ലോകത്തിൽ ഏറ്റവും വിശ്വാസമുള്ളതെന്ന് പറയുന്നത്. ഏത് കുട്ടികളായാൽ പോലും അവരുടെ മാതാപിതാക്കൾ, അമ്മ അച്ഛൻ, ആ രണ്ടുപേരുടെ കരങ്ങളിൽ അവരുടെ ജീവിതം ഭദ്രമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്മേലാണ് ആ കുഞ്ഞു കുട്ടികൾ ഈ ഭൂമിയിലേക്ക് പിറന്ന് വീഴുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനും ഒരമ്മയാണ്. ആ കുഞ്ഞുങ്ങളുടെ ഓരോ ഘട്ടവും അവർ പിന്നീട് ഈ പറയുന്ന അമ്മയാണ് അത്തരത്തിൽ കൊണ്ട് നടക്കുന്നതെങ്കിൽ അച്ഛൻ്റെ വിരൽ തുമ്പിൽ താങ്ങി പിടിച്ച് അത്രയും കാൽച്ചുവടുകൾ നേരെ നിൽക്കാൻ പ്രാപ്തരാക്കുന്നത് ഈ പറയുന്ന പിതാക്കന്മാരാണ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പം ഈ രണ്ടു പേരും നോക്കിക്കൊള്ളും ഒരു കാലം വരെ. അതിനുശേഷം അവർ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാതാപിതാക്കൾക്ക് തണലാകുക. ഇതാണ് മനുഷ്യത്വമുള്ള കുടുംബങ്ങളിൽ നടക്കുന്നതെന്ന് പറഞ്ഞത്. ഇതിലപ്പുറം, ഞാൻ മനുഷ്യത്വം എന്ന് പറഞ്ഞതിന് കാരണം ഇതിലപ്പുറം നടക്കുന്ന കുടുംബങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഇനി എത്ര തരത്തിലുള്ള ദാരിദ്ര്യം, പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ ഇതാ പറഞ്ഞത്, ഒരുപാട് പേരുടെ കമൻറ്റ് സെക്ഷനാണ്. ഇന്നത്തെ കാലമല്ലല്ലോ അന്നത്തെ കാലം. 2005, 2006 കാലഘട്ടമാണ്, 18 വർഷം മുമ്പ് എന്ന് പറയുമ്പം. ആ കാലഘട്ടത്തിൽ എത്ര ഇനി ദാരിദ്ര്യം പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. ആ കുടുംബം ചെയ്തു പോയത് അവസ്ഥ കൊണ്ടാകാം. എന്തവസ്ഥ? 13 വയസ്സുള്ള പെൺമകളാണ്, പെൺകുട്ടിയാണ് അവൾ. ഒരു തരത്തിലും ഈ പറയുന്ന ഒന്നിനെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് ഒരു പരിചയവുമില്ലാത്ത ഒരു പെൺകുഞ്ഞിനെ നമ്മുടെ നാട്ടിൽ പോലും അല്ല, അതുപോലും കുറ്റകരമാണ്. സത്യത്തിൽ ഒരച്ഛനും അമ്മയും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണത്. മറ്റൊരു നാട്ടിലേക്ക്, ഭാഷ പോലും മറ്റുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ ഗോവ എന്ന് പറയുന്ന എത്രയോ ദൂരത്തിൽ കിടക്കുന്ന ഒരു നാട്ടിലേക്ക്, അത് ഇവരല്ല ഇനി ആര് ചെയ്തു കഴിഞ്ഞാലും അതൊരു തരത്തിലും ഈ പറയുന്ന കണക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതെന്ന് പറയുന്നത്. അയച്ച് അതിൽ കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കൾ ആരായാലും അവരെ കുറ്റം പറയുക തന്നെ ചെയ്യും. അതിന് എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും, ആര് വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ കൊണ്ട് ആ കുഞ്ഞിന്നും ജീവിക്കേണ്ടതാണ്.
അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോയിക്കൂടായിരുന്നോ? ഇല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കുഞ്ഞുങ്ങളെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിതാവിന് ജോലിക്ക് പോയിക്കൂടായിരുന്നോ? ഇന്ന് 18 വർഷങ്ങൾക്കിപ്പുറം ഞാൻ അവരുടെ രൂപം കാണുന്ന സമയത്ത് അത്യാവശ്യം അവർക്ക് നിൽക്കുകയും എടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ 18 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാളും ആരോഗ്യം അവർക്കുണ്ടാവും. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ജോലിക്ക് പോയി ആ കുടുംബം പോറ്റാനുള്ള എല്ലാ തരത്തിലുള്ള രീതിയും ഉണ്ടായിരുന്നു. ഇനി അല്ലെങ്കിൽ പോലും നമ്മൾ കാണുന്നില്ലേ, ഒക്കത്ത് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഇഴഞ്ഞ് ജീവിക്കുന്ന എത്രയോ രക്ഷിതാക്കൾ നമ്മൾ തെരുവീതികളിൽ കാണുന്നുണ്ട്. അവർ പോലും നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ തൊട്ട് നാടോടി സ്ത്രീകളെ കണ്ടിട്ടില്ലേ? നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ കാണുന്നു. ഈ പറയുന്ന നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ട്രാഫിക് ജാമായിട്ട് നിൽക്കുന്ന സമയത്ത്, അവിടെ പെടുന്ന സമയത്ത് വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 10-20 രൂപ സമ്പാദിക്കാൻ വേണ്ടി നടുവിന് കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തോളി കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുന്ന എത്രയോ നാടോടി സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. അവരും അമ്മയും അല്ലെങ്കിൽ ആ നടക്കുന്നവരും അച്ഛന്മാരാണ്. അങ്ങനെയുള്ളവർ ജീവിക്കുന്ന ഈ കാലഘട്ടം അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകൾ അപ്പൂപ്പന്മാരും അമ്മമാരും പറയുന്ന കേട്ടിട്ടുണ്ട്. 10-13 മക്കളെ പ്രസവിച്ചിട്ട് ഉള്ളത് വെച്ച് അവർക്ക് ഒരു കരണ്ടി വീതമായാലും ഈ ഒരു തവി ചോറായാൽ പോലും കൃത്യമായി വിഭജിച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ വെള്ളം കുടിച്ചിട്ട് അല്ലെങ്കിൽ കിടന്നുറങ്ങിയ കഥകൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മളെന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഇനി ഇതുപോലുള്ള എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആ കുഞ്ഞു കുട്ടി ആ 13 വയസ്സിൽ അവൾ അനുഭവിച്ച ആ വേദനയ്ക്ക് കൃത്യമായിട്ട്, ആ പ്രാണവേദനയ്ക്ക് പകരം വയ്ക്കാൻ ഇന്ന് ആ ഉമ്മയുടെ കണ്ണീരോ ബാപ്പയുടെ നെഞ്ചുപൊട്ടലോ ഒരിക്കലും നിൽക്കില്ല, പകരം വയ്ക്കാൻ പറ്റില്ല. കാരണം അന്ന് അവരുടെ കൈകളിൽ സുരക്ഷിതമായിരുന്നെങ്കിൽ ഇന്നും ഈ ഭൂമിയിൽ അവൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഇതുപോലുള്ള നരാധമന്മാരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ജോലിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പ്രത്യേകിച്ച് പെൺകുഞ്ഞിനെ എറിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ആ അന്നം കൊണ്ട് കിട്ടുന്നത് കൊണ്ട് അന്നം തിന്നാനിരിക്കുന്നവരെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ എനിക്ക് തോന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ എനിക്ക് ഒരു വീഡിയോ ചെയ്തില്ലെങ്കിലും ഈ വീഡിയോ ചെയ്യാതെ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ആര് വന്ന് എന്ത് തരത്തിലുള്ള ന്യായീകരണം, എന്ത് തരത്തിലുള്ള വൃത്തികേട് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കതിൽ ഒരു തരത്തിലുള്ള കുറ്റബോധവും തോന്നില്ല, ഒന്നും തോന്നില്ല. കാരണം ഞാനും ഒരമ്മയാണ്. എനിക്കും കൃത്യമായിട്ടറിയാം, ഞാൻ പ്രസവിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച വേദന. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുന്ന സമയത്ത്, ഒന്ന് ചുമ്മാതെ വീണ് എന്തെങ്കിലും പറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ജലദോഷം വരുന്ന സമയത്ത് അവരെക്കാളും 1000 മടങ്ങ് നെഞ്ചുവേദന അല്ലെങ്കിൽ അത്രയും പ്രാണവേദന നമ്മളത് കാണുന്ന സമയത്ത് അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനി എത്ര ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞിനെ, പെൺകുഞ്ഞിനെ പ്രത്യേകിച്ച്, നമ്മുടെ നാട് അത്ര നല്ലതല്ല. അത് പണ്ട് മുതലേ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇന്നത് കൂടുതലാണെങ്കിലും അന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ വീട്ടുപണിക്ക് വേണ്ടി എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. വിവരവും വിവേകമുള്ള ഒരാൾക്ക് യോജിക്കാൻ പറ്റില്ല. സ്വന്തം പ്രായപൂർത്തി പോലും ആകാത്ത പെൺമകളെ വിട്ടിട്ട് അവിടുന്ന് കാശ് വാങ്ങി അന്നം കഴിക്കാൻ എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾക്ക് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ക്രൂരതയെന്നേ പറയുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ നിയമവ്യവസ്ഥയെക്കുറിച്ച്, അതും പറയാതിരിക്കാൻ പറ്റില്ല. ഈ ആദ്യം കോടതി വിധിക്കുന്നത് വധശിക്ഷ, അതിക്രൂരമായിട്ടാണ് കുഞ്ഞിനെ കൊന്നേന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നരകം പിടിച്ച ജന്മങ്ങൾക്ക് മക്കളില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. കാരണം ഇത്രയും ക്രൂരമായ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞവന് വധശിക്ഷ നൽകിയപ്പോൾ ഹൈക്കോടതി അത് ജീവപര്യന്തമായിട്ട് കുറച്ചു കൊടുക്കുന്നു. ആ കുഞ്ഞനുഭവിച്ച വേദനയ്ക്ക് അതിനൊരു നീതി കിട്ടണ്ടേ? അതിനൊരു എന്താണ് ഇവിടുത്തെ നീതി വ്യവസ്ഥ എന്ന് പറയുന്നത്? ഞാൻ ആലോചിച്ചു പോകുന്ന കാര്യം, അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന അവിടെ ഒരു കുഞ്ഞിന് കയ്യിൽ നിന്ന് പിശക് പറ്റിയാണ് മരണം സംഭവിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ കൊടുക്കേണ്ടുള്ള ഈ പറയുന്ന പൈസ കൊടുത്തു, 34 കോടിയോളം രൂപ കൊടുത്തിട്ട് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. കാരണം അവിടുത്തെ നിയമവ്യവസ്ഥിതി അങ്ങനെയാണ്, അതിൽ ഒരുപാട് കടമ്പകളുണ്ട് അത് കടന്ന് പുറത്തു വരാൻ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന നിയമവ്യവസ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി. അവിടെ അബദ്ധത്തിൽ പറ്റി ചെയ്തതിട്ട് പോലും ഇത്രയും വലിയത് കഠിനമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുന്ന സമയത്ത് അത് കുടുംബം ക്ഷമിച്ചതുകൊണ്ടാണ്, ആ കുടുംബം ക്ഷമിച്ചു കൊടുത്തത് കൊണ്ടാണ്. ഇല്ലേ? ഇവിടെ ഈ കുടുംബം ക്ഷമിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ അത്തരത്തിലൊന്നും നോക്കുന്നത് പോലുമില്ല. കോടതി സ്വന്തമായിട്ടങ്ങ് നിയമം വിധിക്കുകയാണ്, ഇങ്ങനെ വിധിക്കുകയാണ്. കാരണം നിയമവ്യവസ്ഥിതി ഇതാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥിതി ഒരാളുടെയും ജീവൻ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കരുണ കൂടുതലാണ് നമ്മുടെ നിയമവ്യവസ്ഥിതിക്ക്. എന്തിന്? ആ മരിച്ച കുഞ്ഞിൻ്റെ ജീവൻ എന്ത് വിലപ്പെട്ടതല്ലേ? ഇല്ലേ? ഇവിടെ ഇതല്ലേ നടക്കുന്നത്? ഒരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്തു കഴിഞ്ഞാൽ, അത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പണമുണ്ടോ,
തെളിവുകൾ സമർത്ഥമായിട്ട് ഉണ്ടാക്കുന്ന ക്രിമിനൽ അഡ്വക്കേറ്റ്സ് ഉണ്ടോ? ഏതവനും എന്ത് പേക്കോലം കെട്ടാൻ പറ്റുന്ന ഒരു നാടായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം വരേണ്ടുള്ള ഭേദഗതികൾ, ആദ്യം പാർലമെന്റിൽ പാസ്സാക്കേണ്ട ബില്ലുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥിതിയെ മാറ്റുന്ന ബില്ലുകളാണ് പാസ്സാക്കേണ്ടത്. നമുക്കറിയാമല്ലോ, ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്ന് തുടങ്ങിയത് അതുപോലല്ല ഇന്ന് നിൽക്കുന്നത്. പലതരത്തിലുള്ള അമെൻമെൻറ്റ്സ് ഇവിടെ നടപ്പിലാക്കി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നടപ്പിലാക്കേണ്ടത് ഈ ജീവൻ എടുക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷ എന്ത് തരത്തിലുള്ള ആവാം, അത് ഓരോന്നിനും ഈ പറയുന്ന അറിഞ്ഞുകൊണ്ട് ഒരാളെ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ അത്തരത്തിൽ കൊല്ലുന്നത്, പീഡിപ്പിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്, ഇതിനൊക്കെ ഏറ്റവും കർശനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ. ഒരു ജീവൻ എടുത്തു കഴിഞ്ഞാൽ കൊന്നവൻ ആരാണോ അവൻ്റെ ജീവൻ എടുക്കുക തന്നെ വേണം. കാരണം അങ്ങനെയുള്ളൊരു നിയമം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾ കൃത്യമായിട്ട് കുറഞ്ഞു വരുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥിതിയോട്, നമ്മുടെ നിയമങ്ങളോട്, നിയമപാലകരോട് ഒന്നിനോടും ആർക്കും ഒരു പേടിയും ഉണ്ടാവില്ല. ഇന്നിവിടെ നടക്കുന്നത് പോലെ ചൂതാട്ടവും ഈ പറയുന്ന കണക്ക് ബോംബേറുകളും കല്ലേറുകളും ഏത് കുട്ടിയുടെ പിഞ്ചു കുഞ്ഞിനെ പോലും കൊല്ലുന്ന തരത്തിലേക്ക്, പീഡിപ്പിച്ച് കൊല്ലുന്ന തരത്തിലേക്ക് വരുന്ന അതിക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ഇനിയും അരങ്ങേറിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും പാടില്ല. ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും അതിന് ശ്രമിച്ചാൽ, ആ പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കി ഇപ്പോഴെങ്കിലും തുടങ്ങിയാൽ ഇനി എന്തെങ്കിലും അത് പാസ്സായി തീരും. അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇവിടെ അഴിമതിക്കാരായിട്ടുള്ള ഒരുപാട് പേര് വിലസുന്നത് കൊണ്ട് തന്നെ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇതിനെ എതിർക്കാനും ഉറപ്പായിട്ടും ആൾക്കാർ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നീണ്ടുപോകും. അതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് നാട് നന്നാവണം, ജനങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര രാഷ്ട്രീയ പ്രവർത്തകർ, എത്ര പൊതുപ്രവർത്തകർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ കാണുള്ളൂ. സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അവർക്കറിയാം. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കറിയാം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് അവരോടൊപ്പം നിന്ന് പോരാടുന്ന പൊതുപ്രവർത്തകരുടെ എണ്ണം ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം. ഇല്ല, ഒന്നുമില്ല. വിരലെണ്ണാവുന്ന 1-2 പേരുണ്ടായിട്ട് എന്ത് മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും ഇന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു ജോലി എന്നുള്ള രീതിക്കാണ്. പൈസ സമ്പാദിക്കാനുള്ള, ഫെയിം സമ്പാദിക്കാനുള്ള ഒരു ഫീൽഡായിട്ടാണ് ഇന്ന് പൊതുപ്രവർത്തനത്തെ മിക്ക ആൾക്കാരും കാണുന്നത്. ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ കുറവാണ്. അതാണ് കൂടി വരേണ്ടത്. അങ്ങനെ കൂടി വന്നാൽ മാത്രമേ നമ്മുടെ നാട് സുരക്ഷിതമാവുള്ളൂ, നമ്മുടെ നാട് നന്നാവുള്ളൂ, നല്ല നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുള്ളൂ, നല്ല നിയമങ്ങൾ നടപ്പിലാകുള്ളൂ, ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇവിടെ നടക്കാതിരിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്, എനിക്ക് കമൻസ് കണ്ട സമയത്താണ് ഒരുപാട് പേരങ്ങ് ന്യായീകരിക്കുവാണ് ആ കുടുംബത്തിനെ. എനിക്ക് ഒരു തരത്തിലും ആ കണ്ണീരിനോട് ഒരു തരത്തിലും എനിക്കൊരു അലിവും തോന്നിയില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയില്ല. എനിക്ക് ആ കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ആലോചിക്കാൻ തോന്നിയുള്ളൂ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് മറുപടിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമുക്കിനി എത്ര അസുഖം വന്നു കഴിഞ്ഞാലും, എത്ര കുഴപ്പം വന്നു കഴിഞ്ഞാലും, നമ്മുടെ കുഞ്ഞിനെ ജോലിക്ക് വിട്ട് പട്ടിണിക്ക് വിടാൻ നമ്മൾ എന്ത് ജോലി വേണമെങ്കിലും എടുക്കാൻ തയ്യാറാവും. മാന്യമായ എന്ത് ജോലിയും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി എത്ര വർഷം മുന്നായാലും ശേഷമായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും അമ്മയും ജീവനോടുള്ള സമയത്ത് ഇത്രയും കുഞ്ഞു കുട്ടിയെ ഇത്രയും ദൂര സ്ഥലത്തേക്ക്, അത് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നാമത് ഇവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ വേദന. ഒന്നും അറിയാത്തൊരു നാട്ടിൽ ഈ ജോലിക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനടിയിൽ ഞാൻ പറഞ്ഞതിനെതിരായിട്ട് എത്ര തെറി വിളിച്ചു കഴിഞ്ഞാലും, എത്ര ഇത് കൊണ്ടുകൊണ്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും എന്നെ അത് ബാധിക്കില്ല. കാരണം ആ കുഞ്ഞിൻ്റെ ആത്മാവ് ഞാൻ പറയുന്നത് കേട്ട് ഒരിക്കലും എന്നോട് കോപിക്കില്ല, അല്ലെങ്കിൽ എന്നോട് ഒരു എതിർപ്പോ വെറുപ്പോ തോന്നില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ആ കുഞ്ഞ് അനുഭവിച്ച വേദന അവൾക്ക് മാത്രം അറിയുന്നതാണ്. അവൾ ഒരുപാട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്തിനെന്നെ വിട്ടെറിഞ്ഞെന്ന്, അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞെന്ന് ഉറപ്പായിട്ടും വിചാരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട സമയത്ത് റിയാക്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഒരു വീഡിയോ ചെയ്തില്ലെങ്കിലും ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതും ഒരമ്മയായതിൻ്റെ പേരിലാണ്.